ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ ബയോളജിയുടെ പുതിയ സിലബസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പുതിയ സിലബസും പഴയ സിലബസും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറെ പോർഷൻസ്, എസ്പെഷ്യലി ബോട്ടണി, എക്കോളജി പോർഷന്റെ കുറെ സാധനങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ പ്രത്യേകത, സുവോളജിയെ താഴത്തേക്ക് ആക്കിയിട്ട് ബോട്ടണിയെ മുകളിലേക്ക് കയറി അല്ലെ. ആദ്യം ഉണ്ടായിരുന്നത് സുവോളജി ആണ്, അതിനെ താഴത്തേക്ക് ആക്കിയിട്ട് ബോട്ടണി മുകളിലേക്ക് ആക്കി. അതാണ്. അപ്പൊ സ്റ്റാർട്ട് വിത്ത് ബോട്ടണിയ. ബോട്ടണിയിൽ ടാക്സോണമി, മോർഫോളജി ഓഫ് ആൻജിയോസ്പേം, എക്കണോമിക് ബോട്ടണി, ആകെ കൂടെ ഇത്രയേ ഉള്ളൂ. മറ്റേത് ഓരോന്നും സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിരുന്നു അല്ലെ. ടാക്സോണമിയിൽ ഫാമിലി വൈസ് ടൈപ്പ് സ്റ്റഡി ഉൾപ്പെടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ വന്നപ്പോൾ അതൊരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിട്ട് ടൈറ്റിലിൽ മാത്രം ഒതുങ്ങി അല്ലെ. ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു, സിസ്റ്റമാറ്റിക്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ സിസ്റ്റമാറ്റിക്സിലുള്ള പോർഷൻസ് ആണ്, അവിടെ മാറ്റമില്ല. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷനേ ഉള്ളൂ അല്ലെ. അങ്ങനെ അവിടെ ഒരു വലിയൊരു പോർഷൻ ചെറുതായിട്ട് ചുരുങ്ങി. മൊഡ്യൂൾ 2ലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു പ്രത്യേകത, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. 2 മാർക്കാണ് ഇവിടെ നിന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഓരോ മൊഡ്യൂളിന്റെയും ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അടുത്തത് മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റി ആണ്. നമുക്ക് ഇതിന് മുമ്പ് നടന്ന എക്സാമുകൾ മോഡലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ മെത്തഡോളജിയിൽ നിന്നും സ്റ്റാറ്റിയിൽ നിന്നും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും മെത്തഡോളജി ഓരോന്നും എന്താണ്, സ്റ്റാറ്റി പഠിക്കുമ്പോൾ എന്താണ് ആ സാധനം, കൈ സ്ക്വയർ എന്താണ്, അനോവ എന്താണ്, 1 വേ എന്താണ്, 2 വേ എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഇൻഡെപ്ത് പോകാൻ സാധ്യത കുറവാണെങ്കിൽ പോലും എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ അധികം സ്ട്രെസ് കൊടുക്കില്ല, പക്ഷെ സ്ട്രെസ് കൊടുക്കേണ്ട ഏരിയ ആണ്. 6 മാർക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. ബോത്ത് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടും പഠിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് ബയോഫിസിക്സ് ഇൻസ്ട്രുമെന്റേഷൻ. നിങ്ങൾക്ക് ഇത് ബോട്ടണിയിലെ പോർഷൻ ഓൾറെഡി ചെറുതായിരുന്നു. കഴിഞ്ഞ സിലബസിലും ബോട്ടണിയിലെ പോർഷൻസ് രണ്ടും സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ അല്ലെ, നോക്കിയേ, സുവോളജിയിലായിരുന്നു ബയോഫിസിക്സ് സെപ്പറേറ്റ്, ഇൻസ്ട്രുമെന്റേഷൻ സെപ്പറേറ്റ്, അങ്ങനെ ഉണ്ടായിരുന്നു. അതിനെ ഒരുമിച്ചാക്കി 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ബയോഫിസിക്സ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ വെച്ചു. അതുകൂടാതെ ഇൻസ്ട്രുമെന്റേഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, ഈ ബയോഫിസിക്സിന്റെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്ന പോർഷൻ എന്ന് പറയുന്നത് ആകെ കൂടെ ഇത്രയാണ്. മനസ്സിലായോ? ബാക്കി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് മൈക്രോസ്കോപ്പി മുതൽ കഴിഞ്ഞ സിലബസിൽ ഇൻസ്ട്രുമെന്റേഷനിൽ ഉണ്ടായിരുന്നതാണ്. അത് ബയോഫിസിക്സ് അല്ലെ ഇവിടെ നിലനിർത്തിയിട്ട് ബയോഫിസിക്സിന്റെ ഒരു വലിയ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ നോക്ക്, 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഒത്തിരി ബുദ്ധിമുട്ടുള്ള പോർഷൻ. ഒത്തിരി കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഇൻസ്ട്രുമെന്റേഷനെക്കാളും ബയോഫിസിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറെ ലോസും കുറെ എന്താണ് ഇക്വേഷൻസും ഒക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്. തെർമോഡൈനാമിക്സ് ഒക്കെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇനി ഓർക്കുക, ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെ. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ എന്താണ് സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെക്നിക്ക്, പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻ, ആ രീതിയിൽ പഠിക്കുക. എളുപ്പത്തിൽ നമുക്ക് 5 മാർക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. പഴയ സിലബസിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. വേറെ പല സ്ഥലത്ത് കടന്ന സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു മാത്രം. ഇത് കണ്ടോ, കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു മാത്രം. അടുത്തത് ബയോ കെമിസ്ട്രി മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ 8 മാർക്കാണ് ബയോ കെമിസ്ട്രിയും പ്ലാന്റ് ഫിസിയോളജിയിലും കൂടെ ചോദിച്ചിരിക്കുന്നത്. 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി അറിയാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, അതെല്ലാവർക്കും ഉള്ളതാണ്. എൻസൈംസ്, അത് അധികം മാറ്റങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര മാർക്കാന്ന് നോക്കിക്കേ അല്ലെ, എത്ര മാർക്കാണ്? 8 മാർക്കിനാണ് ബയോ കെമിസ്ട്രിയിൽ നിന്നും പ്ലാന്റ് ഫിസിയോളജിയിൽ നിന്നും കൂടെ ചോദ്യങ്ങൾ ഉണ്ടാവുക. വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റ് ഫിസിയോളജി നോക്കിക്കേ, നേരത്തെ ഉണ്ടായിരുന്ന സിലബസിൽ നിന്ന് വളരെ ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. വളരെ കുറച്ചുള്ളൂ. C3 C4 ക്യാമൊക്കെ എന്തായാലും പഠിക്കും, പ്ലാന്റ് ഹോർമോൺസ്, അങ്ങനെ വളരെ കുറച്ച് പോർഷൻസ് ആക്കി ചുരുക്കിയിരിക്കുന്നു പ്ലാന്റ് ഫിസിയോളജി. അപ്പൊ ബോട്ടണി പോർഷൻസ് ചുരുക്കിയിരിക്കുന്നു. ആൻഡ് മൊഡ്യൂൾ 5ലേക്ക് വരുന്ന സമയത്ത് സെൽ ബയോളജി, മോൾ ബയോ, ഇതിന് അധികം മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, ഞാൻ അന്ന് പഠിപ്പിക്കുമ്പോഴും പറഞ്ഞു ഇതില്ലാത്തൊരു സിലബസ് ഇല്ല. ഇനി നമുക്ക് പുതിയ സിലബസ് വന്നാലും എന്താണ് നോക്കൂ, DNA റെപ്ലിക്കേഷൻ, എല്ലാ കാര്യങ്ങളും അവിടെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ, എൻസൈംസ്, റിപ്പയർ, അത് ബയോടെക്നോളജി കിടന്ന പോർഷൻ ഇങ്ങോട്ട് ആക്കിയെന്ന് മാത്രം. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. ജനറ്റിക് കോഡ്, റൈബോസോംസ്, നമ്മൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തതാണ്.
ട്രാൻസ്പോസോൺസ് അല്ലെ. ദെൻ ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി. 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കും, ഇൻക്ലൂഡിങ് ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി. ഓക്കെ, വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. കുറച്ച് പോയിന്റ്സ് ഒക്കെ കുറഞ്ഞു ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. ക്ലോണിംഗ് മെത്തഡോളജി, ബ്ലോട്ടിംഗ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പ്ലാൻ ബയോടെക്നോളജി, ഓക്കെ. ദെൻ എൻവയോൺമെന്റൽ ബയോടെക്നോളജി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ബയോ സേഫ്റ്റി, ബയോ എത്തിക്സ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ പോർഷൻസ് കൂടുതലും സുവോളജി കടന്നിരുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ബയോടെക്നോളജിയിൽ ഈ പോർഷൻസ് സുവോളജിയിൽ ഉണ്ടായിരുന്നത് ബോട്ടണിയിലേക്ക് മാറ്റിയെന്നല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് ഏകദേശം സെയിം ആണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. ഇവിടെ ബേസിക്സ് ഒന്ന് നോക്കി വെക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാത്തിനും കൂടെ നമുക്ക് അത്രയും മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇവിടുന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി ഡാറ്റാ ബേസുകളൊക്കെ, സീക്വൻസിങ്, എന്താണ് നമ്മൾ അലൈൻമെന്റ് ടൂൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക, എളുപ്പമുള്ള പോർഷനാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധികം ചോദിക്കാറില്ല. നമുക്ക് ഇതിനു മുമ്പ് അല്ലെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളൊക്കെ മതി. എന്നാലും നോക്കുക, മൊത്തത്തിൽ 6 മാർക്കാന്ന് തോന്നുന്നു. ദെൻ ജെനറ്റിക്സ് 8 മാർക്കാണ്. ജെനറ്റിക്സിന് ഓൾറെഡി ഉണ്ടായിരുന്ന പോർഷൻ ആണ് അല്ലെ. ക്രോമസോമിന്റെ ഓർഗനൈസേഷൻ, സ്ട്രക്ചർ, ജെനറ്റിക് ലിങ്കേജ്, മൈക്രോബിയൽ ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, മാറ്റമൊന്നുമില്ല. ഇത് മൊഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ മൈക്രോബയോളജി, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ഇവിടെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നു. എന്താണ്? 6 മാർക്കിനാണ് എക്കോളജിയുടെ ഒരു വലിയ ഭാഗം ഇവിടുന്ന് കളഞ്ഞിരിക്കുന്നു. എക്കോളജിയുടെ വലിയൊരു പോർഷൻ ഇവിടുന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് മൈക്രോബിയൽ ഗ്രോത്ത്, മൈക്രോബയോളജി സെയിം, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അടുത്തൊരു എക്കോളജിയിലേക്ക് വരുന്ന നോക്കിയേ, എക്കോളജി ആകെക്കൂടെ ഇത്രയേ ഉള്ളൂ. അതും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല, എന്നാലും ആകെക്കൂടെ ഇത്രയും സാധനങ്ങളെ നമുക്ക് എക്കോളജിയിൽ പഠിക്കാനുള്ളൂ. ബാക്കി കുറെ പോർഷൻസ് എടുത്ത് കളഞ്ഞിരിക്കുന്നു. ആൻഡ് മൊഡ്യൂൾ 9ലേക്ക് വരുമ്പോൾ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഓർ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണി സെയിം ആണ്. അവിടെ 1 മാർക്കാണ്, നമ്മളോട് 1 മാർക്കിനുള്ള ചോദ്യമാണ് ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. സുവോളജിയിലേക്ക് വരുമ്പം സിമിലർലി 50 മാർക്ക് സുവോളജി, 50 മാർക്ക് ബോട്ടണി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടുന്ന് പോയേക്കുന്ന പോർഷൻസ് ഒത്തിരി ഉണ്ട്. ഞാൻ എന്നാലും ഒന്ന് ഓർക്കാം. ബയോളജി പോയി, പെറിഡോളജി പോയി, സൈക്കോളജി പോയി, മൈക്കോളജി പോയി, ടാക്സോണമിയുടെ വലിയൊരു പോർഷൻ പോയി, പാലിയോ ബോട്ടണി പോയി അല്ലെ. ഒത്തിരി പോർഷൻസ്, ഞാനിപ്പോ ഒറ്റ സ്ട്രെച്ചിൽ ഓർത്ത ഇത്ര പോർഷൻസ് ആണ്. പ്ലാൻ പത്തോളജി പോയി. അപ്പൊ ഒത്തിരി പോർഷൻസ് പോയിട്ടുണ്ട് ബോട്ടണിയിൽ നിന്ന്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഇത് കോമൺ ടോപ്പിക്സ് ആണ്, കൂടുതലും കോമൺ ടോപ്പിക്സ് ആണ്, നോട്ട് സ്പെസിഫിക് ടോപ്പിക്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ രീതിക്ക് നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കുക. 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നുണ്ടാവും. അടുത്തതിലേക്ക് പോകുമ്പോൾ 50 മാർക്കിന് സുവോളജി. ഇവിടെ ഒരു പ്രത്യേകത, അനിമൽ ഡൈവേഴ്സിറ്റി നിലനിർത്തിയിരിക്കുന്നു. അനിമൽ ഡൈവേഴ്സിറ്റിക്ക് മാറ്റമൊന്നുമില്ല. പ്ലാന്റിനെ നമ്മൾ ഒഴിവാക്കി, അനിമലിന് മാറ്റമൊന്നുമില്ല. അനിമൽ അങ്ങ് ലോവർ മെറ്റാസവ മുതല് ഇപ്പുറം വരെ ഉണ്ട്, മാമൽസ് വരെ ഉണ്ട്. ഓക്കെ, ഇതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും. മൊളസ്ക എവിടെ? മൊളസ്കയുടെ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ പോലെയുള്ള പോർഷൻസ് ഒക്കെ ഇവിടുന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. അവിടെ എവിടെയോ കിടപ്പുണ്ട്. അനിമൽ ഡൈവേഴ്സിറ്റി, ലോവർ മെറ്റാസോവ, പോറിഫെറ, നിഡേറിയ, പോളിമോർഫിസം, ടിനോഫോറ, എസിലോമേറ്റ. ഇതിനകത്ത് യെസ്, എക്ലിനോഡേംസ് മാത്രമേ കൊടുത്തുള്ളൂ, ബാക്കി എല്ലാം ലോവർ മെറ്റാസോവയ്ക്കകത്ത് കൊടുത്തേക്കുന്നത് കൊണ്ടിട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞത് സ്പെസിഫിക്കലി അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് മൊളസ്ക എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്ത സ്ഥലത്ത് ഇവിടെ അതൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെയും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാലും അനിമൽ ഡൈവേഴ്സിറ്റി അവിടെ നിലനിർത്തി. 5 മാർക്കേ ഉള്ളൂ, 5 മാർക്കാണ് അനിമൽ ഡൈവേഴ്സിറ്റി എന്ന് ചോദിക്കുക. ആൻഡ് എവല്യൂഷൻ ആയിക്കോട്ടെ, ഇത്രയേ ഉള്ളൂ അല്ലെ. എവല്യൂഷൻ കണ്ടോ, ഇവിടെ കിടപ്പുണ്ട്. ജിയോളജിക്കൽ ടൈം സ്കെയിലൊക്കെ 5 മാർക്കൊക്കെ സുഖമായിട്ട് ചോദിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ജീൻ പൂള്, ഹാർഡി, വെൻബർഗ് ഒക്കെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ വരുമ്പോ ബയോഫിസിക്സ്. ഇവിടെയും നോക്കിയേ, ഇമ്പോർട്ടൻസ് വലിയ കാര്യമായിട്ടുള്ള ബയോഫിസിക്സിലെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതൊന്നും ഇവിടെ ഇല്ല. എന്നാലും കുറച്ച് പോർഷൻസ് ഒക്കെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് മാത്രം. അനിമൽ ഫിസിയോളജി അത്രേ ഉള്ളൂ, ആകെ കൂടെ അത്രേ ഉള്ളൂ. അടുത്തത് അനിമൽ ഫിസിയോളജി ആസ് യൂഷ്വൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, സെയിം പഴയതുപോലെയാണ്. നമ്മള് അന്ന് മുതലേ പറയുന്നതാണ്, പഠിക്കുക. 12 മാർക്കാണ് അനിമൽ ഫിസിയോളജിയിൽ നിന്ന്, വിട്ട് കളയാൻ പറ്റില്ല. വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂൾ ആണ് അനിമൽ ഫിസിയോളജി. 12 മാർക്ക്. അതുപോലെ ഇമ്മ്യൂണോളജി 10 മാർക്ക്, അതിലേക്ക് വരാം. അപ്പൊ പഠിക്കുക കേട്ടോ. നമ്മൾ അന്ന് മുതലേ ഫിസിയോളജി നമ്മൾ ഓൾമോസ്റ്റ് തീർത്തു കഴിഞ്ഞു. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മാർക്കിൽ നോക്കിയാൽ മതി.
എക്സ്പിറേറ്ററി സിസ്റ്റം എല്ലാം ഉണ്ട്. നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എല്ലാ സാധനങ്ങളും ഉണ്ട്. സെൻസ്, കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെ, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അടുത്തൊരു ഇമ്മ്യൂണോളജി, 10 മാർക്കാണ് ഇമ്മ്യൂണോളജിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. എല്ലാ സാധനങ്ങളും അവിടെയും ഉണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഓൾറെഡി ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു അഡീഷൻ വന്നിരിക്കുന്നു, ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജി. ഇവിടെ ഒരു ചെറിയ സാധനം ഇത് പോയിട്ടും കൂടെ ഉണ്ട്, ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജി ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നു. ഇത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈ ടൈറ്റിൽസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ടൈറ്റിൽസ് ഒക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് അനിമൽ ബയോടെക്നോളജിയിലേക്ക് വരുമ്പോ ഓൾറെഡി ഉള്ള പോർഷൻസ് ആണ്, ചെറിയ റീഅറേഞ്ച്മെന്റ്സ് മാത്രമേ ഇവിടെയൊക്കെ വന്നിട്ടുള്ളൂ. നമുക്ക് പ്രധാനമായിട്ടും ചേഞ്ച് എന്ന് പറയേണ്ടത് ബോട്ടണിയിൽ തന്നെയാണ്. ബോട്ടണിയിൽ തന്നെയാണ് ആ പ്രധാനപ്പെട്ട ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. ചോദ്യം നോക്കി 8 മാർക്കാണ് അനിമൽ ബയോടെക്നോളജിയിൽ നിന്ന് ചോദിക്കുക കേട്ടോ. ട്രാൻസ്ജനിക് അനിമൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ എടുത്തു പറയാത്തത്, ഇതെല്ലാം നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. DBയും ജെനറ്റിക്സും കൂടെ 10 മാർക്ക്, DB 8 മാർക്ക്, ജെനറ്റിക്സ് 2 മാർക്ക്. പക്ഷെ എന്ന് പറഞ്ഞ് നമുക്ക് ജെനറ്റിക്സ് വിട്ട് കളയാൻ പറ്റില്ല. ബോട്ടണിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ജെനറ്റിക്സിന് രണ്ടും ഒരു പഠിത്തം മതി. ബോട്ടണിയിൽ ജെനറ്റിക്സ് വേറെ, സുവോളജി ജെനറ്റിക്സ് വേറെ, അങ്ങനെ ഇല്ല. രണ്ടിനും കൂടെ ഒറ്റപ്പെടുത്താൻ മതി. അതും കൂടെ ഇവിടെ ചേർത്ത് നമ്മളൊരു എത്ര മാർക്കിന് പഠിക്കും? 2 മാർക്കും അവിടുത്തെ ആഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടുന്ന് 2 മാർക്കിന് ചോദ്യം ഉദ്ദേശിച്ചുള്ളത് മനസ്സിലായോ? ഇവിടെ കൂടുതലും ഹ്യൂമൻ ജെനറ്റിക്സ് ആണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ കാരിയോടൈപ്പിംഗ് അല്ല, നമ്മുടെ ക്ലിൻഫിൽട്ടേഴ്സ് പോലുള്ള ഡിസീസുകളൊക്കെ വരുന്നതാണ് ഇവിടെ. ആൻഡ് DB 8 മാർക്കാണ് ചോദിക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഇത്. കണ്ടോ, ഇവിടെ കാരിയോടൈപ്പ്, പെഡിഗ്രി പോലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഹ്യൂമൻ അല്ലെ അവിടെ ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. 2 മാർക്കിന് ചോദിക്കാം. ഇഷ്ടം പോലെ ഏരിയ ആണ് ചോദിക്കാനായിട്ട് അല്ലെ. ആൻഡ് സുവോളജിയിൽ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഓർ റീസെന്റ് ട്രെൻഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുക. കഴിഞ്ഞ ഈ വർഷങ്ങളിലായിട്ട് റീസെന്റ് ആയിട്ട് നടന്ന കുറച്ച് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പോ വളരെ കോമൺ ആയിട്ട് അല്ലെ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. നമ്മുടെ ഈ സാഡൈൻ ജീനോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ. അതുപോലെ ബോട്ടണിയിലും ഒന്ന് ഓർത്തു വെക്കുക, വെരി ഇമ്പോർട്ടന്റ്. 2 മാർക്ക് നമുക്ക് ഇവിടെ, ബോട്ടണിയിൽ 1 മാർക്ക്. അപ്പൊ 2 ചോദ്യം നമുക്ക് ഇവിടുന്ന് വരാം. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. അപ്പോ എന്താണ് പ്രധാനമായിട്ടും വന്ന ചേഞ്ച്? ഒന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സിലബസ് ഒന്നുകൂടെ ക്രിസ്പ് ആയിട്ട് മാറി അല്ലെ, ഒന്നുകൂടെ ഷോർട്ട് ആയിട്ട് മാറി. കുറെ പോർഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ മുമ്പിൽ, ഇന്ന് ഞാനത് സംസാരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് 79 ദിവസമാണുള്ളത്. കൂടത്തില് നമുക്ക് ഇത്രയും ബോട്ടണിയില് ഒരു 7 മൊഡ്യൂളുകളും അവിടെയും ഏകദേശം 9 മൊഡ്യൂൾ അല്ലേ, 9 മൊഡ്യൂളും 9ഉം 7 ഇത്രയും മൊഡ്യൂൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ നോട്ട് തപ്പി പോണോ, അതോ ഉള്ള സാധനം റിപ്പീറ്റ് ചെയ്ത് പഠിക്കണോ, റിവിഷൻ ചെയ്യണോ, എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വൃത്തിയായിട്ട് ഇനിയുള്ള സമയത്ത് ഈ 78.5 ദിവസത്തില് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പോർഷൻസ് റിവിഷൻ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.